അല്ലടാ, നീ ഗ്ലാസും വെള്ളം മാത്രം എടുത്തോളൂ. അല്ലടാ, അത് സ്വയംഭ സാധനമാണ്. ഇത് സ്വയംഭ സാധനം. ഇതേ ഭാര്യയുടെ ആങ്ങളയുണ്ടല്ലോ, ആങ്ങളെ കൊണ്ട് തന്നതാ. ഫ്രിഡ്ജിനെടുത്ത് വെച്ച ഭാര്യ. ഇതെന്ത് വെള്ളം ചോദിക്കുന്നു? ഇതെടുത്ത് നീ അടി. എന്നാ ഒന്ന് അടിക്ക. പിടിച്ചു നോക്കുന്നേ, നല്ല സ്വയംഭ സാധനമാണ്. ഇന്ന് കഴിച്ചു നോക്കടാ. എങ്ങനെയുണ്ടാ? അടിപൊളി സാധനം. അതെ, എന്റെ ഭാര്യ മാറ്റി വെച്ചാണ്. പിന്നെ എന്റെ ഭാര്യനെ കുറിച്ച് നിക്ക് അറിയണല്ലോ. അറിയണ? എന്റെ ഭാര്യയെ നീ പറയുന്ന മാതിരിയുള്ള ആളല്ല. അവള് ഒരു പൊങ്ങിയേറ്റാണ്. എന്റെ ഭാര്യ പറഞ്ഞ മെയിനില്ലേ, അവൾക്ക് എത്ര പണി ചെയ്ത് കൊടുത്താലും മതിയായില്ല. അവള് എങ്ങനെയാന്ന് വെച്ചിട്ടാ, നീ പറഞ്ഞ പോലുള്ള സംഭവം അല്ല അവള്. അവൾക്ക് ഞാൻ എത്ര പണി എടുത്തു കൊടുത്തിട്ടും മതിയാകണില്ല അവൾക്ക്. അറിയോ നീ? അതായത് അവള് പറയണത് നീ വിചാരിക്കുന്ന പോലുള്ള അങ്ങനത്തെ ഒരു ഇതല്ല. അവൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാമത്തിനോട് കൂടി ഒരു ഇത് കളിക്കുന്ന ഒരു കാണിച്ചു കൊടുക്കണ്ട ചോദിച്ചാൽ അവൾക്ക് എല്ലാ ദിവസവും ഞാൻ പണി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് സംഭവം. എടാ, പണി കഴിഞ്ഞ് ടയേർഡായിട്ട് വീട്ടിൽ പോകുമ്പോഴേ എന്റെ ഭാര്യന്റെ ആ ഒരു എണ്ണ തേച്ചിലൊക്കെ ഒരു സംഭവം ഉണ്ട്. കാണാൻ നീ അത്. അവള് എന്താ ഒരു സോപ്പൊക്കെ തേച്ച് പതപ്പിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ടേ കേട്ടാ വന്നിട്ട് കൈ വന്ന് പിടിക്കുമ്പോ ഞാൻ അങ്ങ് നെട്ടിട്ടേ, ഇതേമാതിരി എന്റെ ഭാര്യനെ സ്വപ്നത്തിൽ നീ വിചാരിക്കണ്ട. ഇതേമാതിരി എന്റെ ഭാര്യനെ നീ സ്വപ്നത്തിൽ വിചാരിക്കണ്ട. അത്ര സുന്ദരിയാണ് അവള്. നീ കാണുന്ന മാതിരി ഒന്നല്ല എന്റെ ഭാര്യ. എടാ, നീ നിന്റെ ഭാര്യനെ നോക്കിയിട്ടുണ്ടാ? നീ നിന്റെ ഭാര്യ സൈലന്റായി നീ നോക്കും. പക്ഷെ എന്റെ ഭാര്യ അങ്ങനെയല്ല. എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളുടെ ഭാവം കണ്ടു കഴിഞ്ഞല്ലോ, അയ്യോ പറയാൻ വയ്യ, അത്ര സുന്ദരിയാണ്. അങ്ങനെയാണ്. എന്നിട്ട് ഒരു ദിവസം 5 പണിയാണ്. 5 പണിയെടുത്ത് പോരാന്ന് എന്റെ ഭാര്യനെ. അവള് എന്ത് സുന്ദരിയെ കാണാൻ വെച്ചിട്ടാ. സുന്ദരി പറഞ്ഞ ഈ ലോകത്തെ പെണ്ണിനെ കുറിച്ച് ഇല്ലാത്ത അടിപൊളി സുന്ദരി. ക്ഷീണം പറഞ്ഞ അവളെ കാണുമ്പോഴേക്ക് തന്നെ അവളുടെ ഈ രോമാഞ്ചന്റെ കൈ വീഴാണ്. എന്റെ പൊന്നറിയാ, ഇതേമാതിരിയുള്ള ഒരു എന്റെ ഭാര്യയുടെ സൗന്ദര്യം ലോകത്ത് ഏത് പെണ്ണിനും കിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അവളുടെ ആക്ടിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പിക്കുന്ന നീ പറയണ മാതിരിയൊന്നല്ല. അവളുടെ അടുത്ത് പോയി ഇരിക്കണം, എന്നാലാണ് പണി കഴിഞ്ഞ് വന്നിട്ട് ഫാൻസി കടയില മെഡിക്കൽ സ്റ്റോറില. അത് ഫാൻസി കടയിൽ നിൽക്കുന്നുണ്ട് അവള്. സിനിമ ആക്ടറോട് കമ്പോണേ. എടാ, എന്റെ ഭാര്യയെ അവിടെ നിക്കണ്ട്, കാത്ത് നിക്ക്. ഞാനങ്ങ് പോട്ടെ. ഒരു ഭാഗ്യേ, നമുക്ക് എന്നങ്ങനൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റണോ? രാമേട്ടൻ പണിക്കോയോ? പിന്നെ ഇന്നലെ രാമേട്ടന്റെ കയ്യിൽ കൊടുത്ത സാധനം പൊളി സാധനമായിരുന്നു കേട്ടോ. എന്നോട് പറഞ്ഞത്. പിന്നെ കിട്ടി. അതല്ലേ ഞാൻ പറഞ്ഞത്, സാധനം അടിപൊളിയായിരുന്നല്ലോ എന്നുള്ളത്. പിന്നെ എന്താ ഷോപ്പിൽ എന്തെങ്കിലും പോകണ്ടെന്ന് പറഞ്ഞു. ഫാൻസി കടയിലാണ്. അപ്പോ എന്റെ ഇടയിൽ എന്തോ പുള്ളി ഒന്ന് മോഡായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റേ മെഡിക്കലോ മെഡിക്കൽ സ്റ്റോറിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അടിച്ചൊരു കുറച്ച് കൂടി പോയി. പുള്ളി ഫാൻസി കടയിലാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നോട് പറയുന്നത് മെഡിക്കൽ സ്റ്റോറിലാണ്. ഞാൻ ചോദിച്ചു, മെഡിക്കൽ സ്റ്റോറിലാണോ ഫാൻസിയിലാണോ? അതാ ഞാൻ 2 അടിച്ചൊന്ന് മോഡായി പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര മൂവിയില് സിനിമയിലൊന്നും ഫിലിമിൽ അഭിനയിക്കാനായിരുന്നു ആഗ്രഹം. ചെറുപ്പമൊക്കെ അത് ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ
ജീവിത സാഹചര്യം ഒന്നും അത് കറക്റ്റ് ആയതല്ലാത്തോണ്ട് ആ, പിന്നെ എന്നെ തട്ടിമുട്ടി പോകുന്നത് മാത്രം. ആ, അല്ലേ. എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ പോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹിക്കുന്നുണ്ട്. സുഹൃത്തുണ്ട്, മറ്റേ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. ഉം. ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. പിന്നെ എനിക്ക് പുള്ളിക്ക് കാണിച്ചു കൊടുക്കണ്ട ഫോട്ടോ എന്തെങ്കിലും ആ ഫോട്ടോ ഒക്കെ ഫോണിലാണ്. അതുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഓ ഒന്ന് എടുത്തിട്ട് വന്നല്ലേ. ആയിക്കോട്ടെ. രാമേട്ടൻ വരും. ഞാൻ 8 മണിക്ക് പോകണം കണ്ടിട്ടല്ലേ ഞാൻ അങ്ങോട്ട് വന്നത്. ഓടായിരുന്നു അറിഞ്ഞോണ്ട് വന്നതല്ലേ കള്ളം. പിന്നെ പറഞ്ഞപ്പോൾ എന്താ സന്തോഷേ നോക്ക് എന്താ ഫോട്ടോ നോക്ക്. നീ എന്താ കരുതിയുടെ സന്തോഷേ? രാമേട്ടൻ ദിവസം പണിക്ക് പോകുന്നുണ്ടെങ്കിലും എനിക്കുള്ള ഇഷ്ടമുണ്ടല്ലോ, അത് ആഴ്ചയിൽ ഒരു ദിവസം തന്നാ മതിയടാ. അത് നിന്നെ കൊണ്ട് പറ്റില്ലടാ. എടാ നിന്നോടുള്ള ആത്മബന്ധം കൊണ്ടാടാ രാമേട്ടൻ ഇതെല്ലാം തുറന്നു പറയുന്നത്. എന്നാൽ അത് നീ മുതലെടുത്തു. പക്ഷെ രാമേട്ടനോട് ഞാനൊന്നും പറയുന്നില്ല. തൽക്കാലം രാമേട്ടനോട് ഞാനിതൊന്നും പറയാൻ പോകുന്നില്ല. അത് എന്റെ മാന്യത. കാരണം പോടാ പുറത്ത്.